കലോത്സവ നടത്തിപ്പിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഊട്ടുപുര. ഇനി ഊട്ടുപുരയിലെ കാഴ്ചകളിലേക്ക്. കലോത്സവത്തിൽ ആർക്കും ഒഴിവാക്കാനാകാത്ത ഇടമാണ് ഊട്ടുപുര. 15,000-ലേറെ പേർക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത്. പാചകപ്പുരയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. ഭക്ഷണ കമ്മിറ്റിയെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ആർക്കും എതിരഭിപ്രായമില്ല. ഇന്ന് ഏകദേശം 3,500ഓളം ആളുകൾക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. പായസമടക്കമുള്ള 7ഓളം വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ്. 3,500-ലധികം ആളുകൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ വരുന്ന എല്ലാ ആളുകളെയും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെയും ജനപ്രതിനിധികളെയും മറ്റ് എല്ലാ കുടുംബശ്രീ അതേപോലുള്ള ആളുകളൊക്കെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിലാണ് ഇന്നത്തെ ഭക്ഷണപ്പുര മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഭക്ഷണങ്ങൾ സാമ്പാർ, അവിയല്, പായസം, പുളി ഒക്കെയുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എല്ലാവർക്കും വിശക്കുന്നവരാരും മടക്കി അയച്ചിട്ടില്ല. എല്ലാവരും നല്ല റാഹത്തിൽ തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സംഘടനകൾ, മഹിളാ സംഘടനകൾ, അതുപോലെ യുവജന സംഘടനകളും അവരെല്ലാം തന്നെ നമ്മുടെ ഈ ഭക്ഷണ വിതരണ രംഗത്ത് വളരെ സജീവമായി ഈ 4ാം അവസാന ദിവസം കൂടി എല്ലാവരും തയ്യാറായി വളരെ സജീവമായിട്ട് നമ്മുടെ രംഗത്തുണ്ട്. അത് നമ്മുടെ PTA-യുടെ അതുപോലെ നമ്മുടെ നാടിൻ്റെയും ഒരു ഉത്സവം പോലെ അവർ ഏറ്റെടുത്ത് ഒരു വിജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. PTA പ്രസിഡന്റിലേക്ക് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന കാര്യത്തിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ നല്ല അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ച് പറയാൻ. നമ്മളവരെ 2 കൈയും സ്വീകരിക്കുകയാണ് ഫുഡിലേക്ക് വരാൻ. ഊട്ടുപുരയിലേക്ക് 100 പേരാണ് സ്കൂളിൽ നിന്ന് നമ്മൾ ഈ കമ്മിറ്റിയിൽ തന്നെ ഫുഡ് കമ്മിറ്റിയിൽ ഉള്ളത്. എല്ലാവരും വന്നാണ്. ഇന്ന് പിന്നെ ചെറിയ കുറച്ച് ആൾക്കാർ 4,000 ഇന്നലെ, കഴിഞ്ഞ മുന്നത്തെ ദിവസം 3,500. അപ്പൊ ഇന്ന് ഇത്തിരി കുറച്ചായതുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഒന്നേ ഉള്ളൂ. നല്ല അഭിപ്രായമാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ നമ്മളെ സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതും. പിന്നെ നല്ല രീതിയിലുള്ള ഫുഡാണ്. ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിലാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം സൂപ്പറാണ്. എല്ലാ ദിവസവും ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി, സദ്യ, ഇന്നിപ്പോൾ നെയ്ച്ചോറ്, വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തരുന്നത്. നല്ല ഫുഡാണ്. പെരുവണ്ണ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, കാരണം നമ്മൾ സാധാരണ ഒരു കലാമേളയിലൊക്കെ ആണെങ്കിലും ഒരു ഭയങ്കര തിരക്ക്, ഇത് ഒന്നുമില്ല. നമ്മളൊരു മേശ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു വൃത്തി അത്രയും കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് അവർ ഇടപെടുന്നു. പിന്നെ അതുപോലെ തന്നെ വെള്ളം അങ്ങനെ ആവശ്യമുള്ളതിലും കൃത്യമായി എത്തിച്ചു. സംഘാടനത്തിന്റെ മികച്ചൊരു വിജയം. പിന്നെ നല്ലൊരു രുചി വൈവിധ്യം, നല്ലൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ആ പുറത്തെ ഒരു 5-10 വേദികളുടെ ഒരു തിരക്ക് പോലും ഇവിടേക്ക് ബാധിക്കാത്ത രീതിയിൽ വളരെ നന്നായിട്ട്, വളരെ നല്ല, ഇത്രയും ഒരുപാട്, ഞാനിപ്പോൾ ഒരു 5-8 മേളകളിൽ മേളകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് പുത്തൂർമഠത്തെ ഈ ഒരു ഇതിനെ കാണുന്നത്. 100ഓളം വനിതകളാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകിയത്. 17,000 ആളുകൾക്കോളം ഞങ്ങളിപ്പോൾ ഭക്ഷണം വിളമ്പി. ഇനി ഒരു 4 ദിവസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭക്ഷണം വിളമ്പാൻ തയ്യാറാണ്. സൽക്കാര പേരാണ്. 4 ദിവസം നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ കമ്മിറ്റി എന്നുള്ള രീതി. എല്ലാവരും നല്ല തൃപ്തരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതായത് 4 ദിവസവും ആരും ഒന്നും ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും നമുക്ക് വന്നിട്ടില്ല. അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു വിജയമായിട്ട് ഞങ്ങൾ പറയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. 4 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, സമാപനമാണെന്ന്. ഭക്ഷണം എല്ലാവർക്കും ഇന്ന് നല്ലപോലെ തന്നെ നമ്മൾ സ്നേഹത്തോടെ കൂട്ടായ്മയോട് കൂടി തന്നെ നമ്മൾ കൊണ്ടുപോയി മുന്നോട്ട്. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വരികയാണെങ്കിൽ നമ്മൾ സജീവമായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് എന്നെ സംബന്ധിച്ചൊരു ഭാഗം തന്നെയാണ്. കാരണം കലോത്സവത്തിന് ഭക്ഷണം ഉണ്ടാക്കാന്നുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കാന്ന്. ഫസ്റ്റ് ദിവസം നമ്മള് ഒരു 2,000 പറഞ്ഞു, 2,000 അധികം ആളുകളുണ്ടായി. മൊത്തത്തിലൊരു 15,000 ആളുകൾക്കോളം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ എല്ലാവരുടെ സഹകരണങ്ങളും കമ്മിറ്റിന്റെ ആളുകളിൽ നാട്ടുകാരാളുകൾ എല്ലാവരും വേണ്ടിയിട്ട് നല്ലൊരു ഇതാക്കി കൊടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. കർമ്മസേനയാണ്. ഞങ്ങൾക്കാണ് 10 പേർക്കാണ് ഇവിടെ ഡ്യൂട്ടി ഉള്ളത്. ഞങ്ങൾ അതിനെ ഭംഗിയായിട്ട് നല്ലോണം ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പെറുക്കി ക്ലീനാക്കി ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇത് സമയം വരെ ഫുഡ് വേസ്റ്റ് ഒക്കെ ആയിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഈ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി കിട്ടിയതിൽ. ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ അതിൽ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഞങ്ങളിവിടെ നിക്ഷേപിക്കുന്നില്ല. എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോവാണ് ഞങ്ങൾ MCF-ലേക്ക്. ഇവിടെ ഒരു വേസ്റ്റും ഞങ്ങൾ ഇവിടെ വെക്കുന്നില്ല. എങ്ങനെയുണ്ട് കലോത്സവം? വളരെ നല്ല
നല്ല പങ്കാളിത്തമുണ്ട്. പ്രൗഢഗംഭീരമാണ്. മാറ്റിവെക്കുന്ന കുന്നുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചത്. പെരുമണ്ണക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കലാരംഗത്ത് ഉള്ള ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്ത മണ്ണാണ് പെരുമണ്ണ. അങ്ങനെയുള്ള ഇവിടെ ഈ കലോത്സവം കടന്നു വന്നത് തന്നെ പെരുമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. അത് വലിയ രീതിയിലുള്ള കൂട്ടായ്മയിലൂടെ ഒരു മനസ്സായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.